അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇനി ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ നോർമലി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോസൊക്കെ എടുക്കുന്ന ദിവസം ഉണ്ടല്ലോ, എൻ്റെ പണിയൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയിലെങ്കിലും പെട്ടെന്ന് പണികളൊക്കെ തീർക്കും കേട്ടോ. പക്ഷേ ഇന്നെന്താണെന്ന് അറിയില്ല കേട്ടോ, പണികളൊന്നും തീർന്നില്ല. അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ വന്നോട്ടോ ഇടയിൽ. അപ്പോൾ ഇതൊക്കെ നമ്മളെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങി. കാരണം നമ്മൾ ഈ ഒരു സൈഡിലേക്കൊക്കെ ഇറങ്ങിയിട്ട് കുറേ ദിവസമായി. വീട്ടിൽ ഇക്കാൻ്റെ പെങ്ങളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ട്രിപ്പൊക്കെ പോയി, അതിൻ്റെ ക്ഷീണം 2 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ അതിന് കുറേ തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞുകൊണ്ട് അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് ക്ലീൻ ചെയ്യാനൊന്നും ഇറങ്ങാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടയ്ക്ക് മഴയും ചാർന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നല്ലോണം പുല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ വണ്ടിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓസ് മാറ്റി വെച്ചിരിക്കണതാണ് കേട്ടോ, മീൻ വണ്ടിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഓസിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നല്ലോണം പുല്ല് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പാമ്പും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ പണിയൊന്നും ഒരുങ്ങിയിട്ടില്ല കേട്ടോ. ആദ്യം തന്നെ പുറത്തേക്ക് ഇറങ്ങിയതാണ്, കുറച്ച് ഞാൻ ഈ വെയിൽ വരുമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇവിടെയാണ് കേട്ടോ കൂടുതലുള്ളത്. പിന്നെ ഫ്രണ്ടിലൊന്നും അധികം ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫാദുക്കുട്ടി വന്നിട്ട് ഇതാ ഉമ്മയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പം അത്രയും ഭാഗത്ത് പുല്ലും കാര്യങ്ങളൊക്കെ പറിച്ചു കണ്ട ഒരു ബക്കറ്റ് ഉണ്ട്, നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയും പുല്ലുണ്ടായിരുന്നു. പിന്നെ ഒരു ഓസും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മൾ മീൻ വണ്ടി ഈ ഒരു ഇവിടുന്നാണ് കഴുകാറുള്ളത്. അപ്പം എടുക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ മടക്കി വെക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. കോൽക്കിണറത് 2 സെക്ഷൻ പൈപ്പ് കൊടുത്തിരിക്കുകയാണ്. ഒന്ന് മേലെ നേരിട്ട് ടാങ്കിക്കും, പിന്നെ ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടുത്തെ പുല്ലും കാര്യങ്ങളൊക്കെ പഠിച്ച് ക്ലീൻ ചെയ്ത ശേഷം പിന്നെ നമ്മൾ ഓസൊക്കെ ഒന്ന് മടക്കി ക്ലീനാക്കി വെച്ചു കേട്ടോ. പിന്നെ എന്താ ഫ്രണ്ട് മുറ്റും കൂടി അടിച്ചു വരാന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് ചെയ്യാൻ മടിയുള്ള കുറേ പണിയില്ല, അടിച്ചു വരൽ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഒന്നാമത് ഇവിടെ മെറ്റലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ മിഠായിയൊക്കെ തിന്നിട്ട് പേപ്പറും പ്ലാസ്റ്റിക്കും മറ്റേ കുഞ്ഞു കുഞ്ഞു കട്ടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇടും കേട്ടോ. അതൊന്നും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അടിച്ച് കിട്ടേ ഇല്ല. അത് നമ്മൾ കൈ കൊണ്ട് തന്നെ പെറുക്കി എടുക്കണം കേട്ടോ. അതെനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴൊന്നും മുറ്റടിക്കാറില്ല. ആഴ്ചയിൽ ഒരു ദിവസം അതുപോലെ തന്നെ മുറ്റം നല്ലോണം പരന്നിട്ട് ഇക്ക പറയുകയാണെങ്കിൽ ഈ മുറ്റമൊക്കെ ഒന്ന് അടിച്ചുകൂടെ പറയും കേട്ടോ. അപ്പം ആ ഒരു ടൈമിലേക്കാണ് കേട്ടോ ഞാൻ മുറ്റടിക്കാറുള്ളത്. എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ഭയങ്കര നടുവേദനയും കൂടിയാണ്. അപ്പോൾ ഇന്നെന്തായാലും മുറ്റം കൂടി അടിക്കാമെന്ന് വിചാരിച്ചു. അതും കൂടി കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. മീനൊക്കെ നന്നാക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഫ്രണ്ടും കൂടി ഒന്ന് അടിച്ചു വാരുകയാണ്. അങ്ങനെ മുറ്റടിക്കലും പുല്ലുപറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം എന്താ പറയുക വേർക്കാൻ തുടങ്ങി. പിന്നെ കുറച്ചു നേരം ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചു. ഭയങ്കര ടയേർഡാണ് കേട്ടോ. എനിക്ക് മുറ്റടിച്ച് വരി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടും വയർപ്പൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ വേഗം തന്നെ മീൻ നന്നാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കറി വെച്ച് കഴിഞ്ഞാലല്ലേ മീൻ പുളിയൊക്കെ അതൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ അതാ നമുക്ക് കുറച്ച് ചെമ്മീനുണ്ട്, പിന്നെ കുറച്ച് അയില അതുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീനും ചൂരയും വറുക്കാനും പിന്നെ മറ്റേത് കറി വെക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തത് നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു കുട്ടീൻ്റെ കേട്ടോ, നിസ്മ എന്നാണ് അവളുടെ പേര്. അവൾക്ക് ഒരു ചെറിയ ചാനലുണ്ട് കേട്ടോ. വീഡിയോസ് എങ്ങനെ എപ്പോഴൊന്നും ഇടാറില്ല. അപ്പോൾ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പറ്റുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവളാണ് കേട്ടോ ഈ ഒരു വീഡിയോസ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. കാരണം ട്രൈപോഡ് പൊട്ടിപ്പോയി, ഓൾറെഡി പൊട്ടിയതായിരുന്നു. പിന്നെ നമ്മളൊരു എന്താ പറയുക മുടിയിലിരുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കാന്ന് കേട്ടോ. പിന്നെ ഞാൻ പുറത്തുനിന്ന് വീഡിയോ എടുത്തിട്ട് ഫോൺ എടുത്ത സമയത്ത് ആ ഒരു സ്റ്റാൻഡ് കൂടി കൂട്ടിയിട്ട് പിടിച്ചു. അപ്പൊ അതിനാലെ അത് പൊട്ടിപ്പോയി കേട്ടോ. അപ്പൊ പിന്നെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ബാക്കി വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെട്ടി ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാനും വറുക്കാനും ഉള്ളതൊക്കെ ഒന്ന് മാറ്റി മാറ്റി വെക്കാണ് കേട്ടോ. അപ്പൊ ഈ ഒരു അയില ചെമ്പാനാണോ എനിക്ക് അറിഞ്ഞുകൂടാ, അത് കറി വെക്കാനും പിന്നെ ചൂര കുറച്ചും പിന്നെ ബാക്കി മൊത്തം ചെമ്മീൻ വറുക്കാനാണ് കേട്ടോ. ചെമ്മീൻ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ എത്ര വെച്ചാലും തികയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫാദുക്കുട്ടിക്കും ഫൈസുകുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. കാരണം മുള്ളൊന്നുമില്ലല്ലോ. നമുക്ക് മീനൊക്കെ അതിൻ്റെ ഇടയിൽ ചാടി പോകുന്നുണ്ട് കേട്ടോ, മീനിന് ജീവനുണ്ട് എന്നൊക്കെ പറയുന്നു കേട്ടോ ഞങ്ങള്. അങ്ങനെ എന്താ പറയാ, എത്ര വെച്ചാലും തികയില്ല കേട്ടോ. എനിക്ക് ഉച്ചയ്ക്ക് വരുന്ന സമയത്ത് മീനൊക്കെ തീർന്നിട്ടുണ്ടാവും. പിന്നെ ഞാൻ വറുത്തിട്ട് മാറ്റി വെക്കാൻ കേട്ടോ ചെയ്യാം. കാരണം അവരെ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ തിന്നുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഞാനിതാ കറി വെക്കാനുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ വറുക്കാനുള്ളതൊക്കെ ഒന്ന് മാറ്റി വെക്കാണ്. ഇനി നമ്മൾ വറുക്കാനുള്ളതിലേക്ക് ഇതാ മസാല ഒക്കെ ഇട്ട് വെക്കാൻ കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വിനാഗിരി, ഇത്ര
അത്രയും ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി വെക്കാണ് കേട്ടോ. ഇവിടെ പിന്നെ നമ്മൾ എല്ലാവർക്കും ഉള്ളത് ഒരേപോലെ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് മാറ്റി വെക്കാറുള്ളത് കേട്ടോ. കുട്ടികൾക്ക് വേറെ ഒന്നും വെക്കാറില്ല, കാരണം മീനത്തെ എരിവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മാറ്റി വെക്കാണ് കേട്ടോ. ഇനി അടുത്തൊരു വലിയ ടാസ്ക്കാണ് തീ കത്തിക്കൽ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് കഴിഞ്ഞിരിക്കാണ്, കുറച്ച് ദിവസമായി കഴിഞ്ഞിട്ട് കറണ്ട് അടുപ്പില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ തീയിൽ വേണം എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിക്കണം കേട്ടോ. അതുകൊണ്ടാണ് കത്തിച്ച് അടുപ്പിന്റെ അവസ്ഥ അങ്ങനെ. കാരണം ക്ലീൻ ചെയ്യാനും തുടക്കാനൊന്നും പറ്റില്ല, കാരണം എപ്പോഴും സ്റ്റീലിൻ്റെ അവിടെ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ചായ വെക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അത് നല്ലോണം ക്ലീൻ ചെയ്യാനും ടൈം കിട്ടുന്നില്ല. ഇനി ഗ്യാസ് കിട്ടിയിട്ട് വേണം അവിടെ നല്ലോണം കമ്പിച്ചകിരി കൊണ്ടൊക്കെ തേച്ച് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തീ കത്തിച്ചു കഞ്ഞിക്ക് വെള്ളം വെച്ച ശേഷം പിന്നെ മീനിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാണ് കേട്ടോ. ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി കാര്യങ്ങളൊക്കെ എടുക്കാണ് ഇപ്പോൾ. എന്നിട്ട് ഇത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ വെന്തു. പിന്നെ ഇത് അടുപ്പിൽ നിന്ന് മൺചട്ടി വെച്ചിട്ട് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാൻ കേട്ടോ. അപ്പൊ എണ്ണ ഒഴിച്ചിട്ട് കുറച്ചു നേരം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ചൂടായി എന്ന് വിചാരിച്ചിട്ട് ഉള്ളി ഇട്ടു കേട്ടോ, പക്ഷെ ചൂടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ മീൻകറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇതാ ഇവളാണ് കേട്ടോ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നത്, കാരണം ട്രൈപോഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇതാ ചെറുള്ളിയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നല്ലോണം അങ്ങനെ ഉപ്പിട്ടിട്ട് വാട്ടിയെടുക്കാണ്. മീൻകറി എല്ലാവർക്കും അറിയാനുള്ളതുകൊണ്ട് പിന്നെ റെസിപ്പി അങ്ങനെ കൂടുതലായിട്ട് തന്നെ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ കുറച്ച് കുടംപുളി എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് അവളുടെ ഉമ്മയാണ് കേട്ടോ. അപ്പൊ പുറത്തുകൂടെ വന്നപ്പോൾ ഇവള് ചാറ്റാട്ടാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇതാ മീൻകറി ഇതാ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഒരു തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മീൻകറിയിൽ തക്കാളി യൂസ് ചെയ്യാറില്ല. പിന്നെ നാത്തു വന്ന സമയത്ത് അവൾ ഇതേപോലെ തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് ഇടുന്നതാണ്. ഇപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിട്ടോ മീൻകറിക്ക്. അപ്പൊ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ഓരോരുത്തർ ഭയങ്കര വീഡിയോഗ്രാഫിയൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ എടുത്തു തരാണ് കേട്ടോ. അവൾക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ തക്കാളിയൊക്കെ പേസ്റ്റ് ആക്കി ഇതും കൂടി മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പം നമ്മൾ കുടംപുളി എടുക്കുമ്പോൾ നല്ല പുളിയുള്ള കുടംപുളിയാണ് തക്കാളിയും ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പീസ് മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് തക്കാളി ഒരുപാട് പുളിയില്ലാത്ത തക്കാളിയാണ്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ 2 കുടംപുളി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം അതും കൂടി ചേർത്ത് കുടംപുളി കുതിർത്ത് വെച്ച ആ ഒരു വെള്ളവും പിന്നെ എക്സ്ട്രാ 2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് അതേപോലെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാണ്. പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഇതാ ഒന്ന് വേഗം കഴുകി വെക്കാണ് കേട്ടോ. അപ്പത്തേക്കും സമയമൊക്കെ 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പണി വേറെ അടിച്ചു വരലൊന്നും നടന്നിട്ടില്ല കേട്ടോ. പിന്നെ അവര് പോയിട്ടോ 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കളിക്കാൻ. അപ്പൊ അവരൊക്കെ പോയി. അതിന് ശേഷമാണ് പിന്നെയാണ് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാവരും ഭയങ്കര കളിയിലേക്ക് വരും, റൂമിൽ കൂടി ഹാളിൽ കൂടെ ഒക്കെ. പിന്നെ അതിന്റെ ഇടയിൽ അടിച്ചു വരിട്ടും കാര്യമില്ല. അപ്പൊ അവരൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് പോയ ശേഷം നമുക്ക് അടിച്ചു വരാന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പത്തേക്കും ഇവിടെ ഓരോരുത്തർക്ക് വിശക്കാനൊക്കെ തുടങ്ങി കേട്ടോ. കാരണം നല്ല കളിയില്ലായിരുന്നു. പിന്നെ ഒന്നാമത് ഈ വെക്കേഷൻ ടൈമിൽ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര വിശപ്പായിരിക്കും, കാരണം ഏത് സമയവും കളിയല്ലേ. പിന്നെ ഞാനിതാ വേഗം തന്നെ തീ കെടുന്നതിന് മുന്നേ തന്നെ ഇതാ മീനും കൂടി വറുത്ത് വെച്ചു കേട്ടോ. കാരണം തീ കെട്ട് കഴിഞ്ഞാൽ പിന്നെ കത്തിക്കാൻ ഭയങ്കര പാടാണ്. നല്ലോണം ഉണങ്ങിയ വറക് തന്നെയാണ് കേട്ടോ. പക്ഷെ എന്നാലും ഈ മഴ പെയ്തിട്ട് ഒരു തണുപ്പായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ കത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇക്ക വന്നു. പിന്നെ ഇതാ നമ്മൾ ചോറ് കഴിക്കാണ് കേട്ടോ. ചോറ് കറിയൊക്കെ എടുക്കണം, വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ മറന്നുപോയി കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ചോറും പിന്നെ മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറ് കഴിച്ചു. പിന്നെ ഇതാ ഇവരെന്തോ കാര്യത്തിന് വന്ന് തെറ്റി നിൽക്കുകയാണ് കേട്ടോ. പൈസ കൊഞ്ച് വേണമെന്ന് എന്തോ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഇതാ ഫാദർ വന്ന് ഇങ്ങനെ അവൻ്റെ കാര്യം പറഞ്ഞു തരാണ് കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ നേരെ ഫൈസിന്റെ സ്കൂളിലേക്ക് പോയി കേട്ടോ. കാരണം ഫൈസിന്റെ സ്കൂളിൽ ഈ പ്രാവശ്യം പുതിയ യൂണിഫോം ആണ് കേട്ടോ. അപ്പൊ യൂണിഫോമും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ വന്നിട്ടുണ്ട് പറയാം. ടീച്ചർ കുറേ ദിവസമായി വിളിക്കണു. അപ്പൊ നമ്മൾ അപ്പോഴൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഇന്ന് എന്തായാലും പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇക്ക വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഡ്രസ്സ് മാറി പോയതാണ്. അതുകൊണ്ട് തന്നെ ബാക്കി പണികളൊന്നും നടന്നിട്ടില്ല കേട്ടോ. തിരുമ്പാനൊക്കെ ഉണ്ട്, തുടച്ചിട്ടില്ല, അടിച്ചു വാരിട്ടിട്ടല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ കഴിച്ച പാത്രം ഒന്നും കഴുകാൻ പറ്റിയില്ല. കാരണം ടീച്ചർ വിളിച്ചപ്പോൾ 2:30 3 മണി ആവാനായിട്ടുണ്ടായിരുന്നു. 3:30 വരെ ഉള്ള സ്കൂള്. അതിന്റെ മുന്നേ തന്നെ പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ, അടുത്ത സെക്ഷൻ ബുക്കൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെയും ചിലപ്പോൾ ടൈം ആവും. പിന്നെ സ്കൂൾ തുറക്കുന്ന ആ ഒരു കറക്റ്റ് ടൈമിൽ നമുക്ക് കിട്ടൂല. പിന്നെ പൊതിയാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ പോയി. പിന്നെ പോയ സ്ഥിതിക്ക് പിന്നെ നമുക്ക് സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബാഗ് മാത്രം കഴിഞ്ഞ വർഷത്തെ ഉണ്ട് കേട്ടോ. ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. നോട്ട്ബുക്കും ബോക്സ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് ബോക്സ്, വാട്ടർ ബോട്ടിൽ, പിന്നെ പെൻസിൽ, റബ്ബർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ.
പിന്നെ യൂണിഫോമിൻ്റെ അടിയിലിടാനുള്ള ബനിയനും ട്രൗസറും അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോക്സ് ഒക്കെ നമുക്ക് യൂണിഫോമിൻ്റെ കൂടെ സ്കൂളിൽ തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി വീട്ടിൽ വന്നപ്പോഴത്തേക്കും 4:30-5 മണിയൊക്കെ ആവാനായിട്ടോ. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഭയങ്കര പോക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ പണികളൊന്നും നടന്നിട്ടില്ല കേട്ടോ. തിരുമ്പാനുണ്ട്, കുളിക്കാനുണ്ട്, അതുപോലെ തന്നെ പാത്രങ്ങൾ കുറേ കഴുകാനുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭ്രാന്തായിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ടാറ്റാ.